ഇന്ന് ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കുന്ന ആട്ടപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ ചെറിയുള്ളിയും വറ്റൽമുളകും ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് നമുക്ക് ഈ പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചെറിയുള്ളിയും തേങ്ങയും പൊടിയും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് നല്ല ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇപ്പോൾ ഞാനിതിവിടെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് ചൂടാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാവ് തവേൻ്റെ മുകളിൽ വെച്ചതിൻ്റെ ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. കൈ ഇടയ്ക്കിടയ്ക്കൊന്ന് നനച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇലയിൽ വെച്ചിട്ട് പരത്തിയെടുത്തിട്ട് പിന്നെ തവയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മറിച്ചിട്ട ഭാഗം കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. ഇടയ്ക്കിടയ്ക്ക് ചട്ടകം വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ അപ്പത്തിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അട ഇവിടെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ ഒരു അടൻ്റെ 2 സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്നവരെ ഇത് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ അട ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ചട്നിയോ കറിയോ ഒന്നിൻ്റെ തന്നെ ആവശ്യമില്ല. ഇനി നമുക്കിത് എടുത്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവും ഇത് എത്രമാത്രം ക്രിസ്പി ആയിട്ടുണ്ടെന്ന്. അപ്പം നമ്മുടെ ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ട് തയ്യാറാക്കിയെടുത്ത ഗോതമ്പ് അട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു അടൻ്റെ 2 ഭാഗവും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. ഇതേപോലെ തന്നെ ഇനി നമുക്ക് ബാക്കിയുള്ള അടകളൊക്കെ ചുട്ടെടുക്കാം. ഈ ഒരു അട നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല വൈകുന്നേരത്തെ ചായക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡിന്നറിനാണെങ്കിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചില്ലി ഫ്ലേക്സും ചെറിയുള്ളിയൊക്കെ ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതുകൊണ്ടാണ് നമ്മൾ അടയ്ക്ക് ഈ ഒരു കളർ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളെ ഫീഡ്ബാക്സൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.